രാജ്യസേവകൻ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു, അതും കുന്നംകുളം എത്തുകയാണ്. എന്താണ് കുന്നംകുളം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു ഹോം ടൗൺ ആണല്ലോ, തൃശ്ശൂർ ജില്ല. അദ്ദേഹത്തെ ഞാൻ കണ്ടതാണ് പത്തനംതിട്ട, പക്ഷേ എൻ്റെ ഹോം ടൗൺ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ബി.ജെ.പിയുടെ സങ്കല്പ പത്രം പുറത്തിറക്കിയതിന് ശേഷം വരികയാണല്ലോ, അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് മോദിയുടെ ഗ്യാരണ്ടി കൃത്യമായി പറഞ്ഞു നൽകുക എന്നുള്ളത്. അതെ, അല്ല അതിലും അദ്ദേഹം പറഞ്ഞാൽ നടപ്പിലാക്കുന്ന ആളാണ്, അതുകൊണ്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയേ വേണ്ടൂ. അത് നടപ്പാക്കിയിരിക്കും, അതാണ് അദ്ദേഹത്തിനോടുള്ള വിശ്വാസം, ആ ഗ്യാരണ്ടിയോടുള്ള വിശ്വാസം. ഈ ആലത്തൂരും അതുപോലെ തന്നെ തൃശ്ശൂരിലെയും ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. ഏതായാലും ഈ ഭാഗത്തൊക്കെ എത്രത്തോളം പ്രതീക്ഷയാണ് ബി.ജെ.പിക്ക്? നല്ല പ്രതീക്ഷയുണ്ട്, കാരണം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല സ്ത്രീകളെയാണ് അവർ നിർത്തിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇവിടെ കാസർഗോഡ് പോയപ്പോഴൊക്കെ എന്താ പറയണ്ട, 5-6 ഭാഷ പറയാനറിയുന്ന അത്രയും ഒരു വിവരമുള്ള ആൾക്കാരെ ഞാൻ ഇതുവരെ ഇതിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. അത്രയും എല്ലാം നല്ല കാൻഡിഡേറ്റാണ്. തൃശ്ശൂരും ഇത്തവണ തൃശ്ശൂർ തീർച്ചയായിട്ടും സുരേഷ് ഗോപി ആയിരിക്കും. അദ്ദേഹം എത്രയോ കാലമായിട്ട് അവിടെ ഇതായിട്ട് നിൽക്കുന്ന ആളാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ തൃശ്ശൂരിലെ ജില്ലയിലേക്ക് എത്തുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ അത്രത്തോളം ഒരു പ്രാധാന്യം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണോ? മാത്രമല്ല ഇവിടെ ഇപ്പോൾ വരുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളെ കാണാൻ സാധിക്കും. അതെ, സ്ത്രീകളാണ് കൂടുതൽ ബി.ജെ.പിക്ക്, കാരണം അവർക്കൊരു വിശ്വാസമുണ്ട്. അവരെ ഇപ്പോൾ എന്താ പറയുക, നല്ലപോലെ നമ്മൾ പറയില്ലേ, ഒരു അച്ഛൻ ഇതാക്കി നിർത്തണ മാതിരിയാണ് മോദി. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്കാണ് ആവേശം കൂടുതൽ ഞാൻ കണ്ടെടുത്തോളം. നിങ്ങൾ നേതാക്കൾക്ക് ഉൾപ്പെടെ വലിയ ആവശ്യം തന്നെയാണ് അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഒരു ഭയങ്കര ആവേശമാണ്.